ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഈ സമയം മുതൽ നിങ്ങൾ കള്ളം പറയാൻ പാടില്ല. ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനും അയക്കുക. ഇതൊക്കെ കണ്ട് സ്പാം ആണെന്ന് കരുതിയിട്ട് അവൾ ആ മെസ്സേജ് അവോയ്ഡ് ചെയ്തു. ഉടനെ അവളുടെ കൂട്ടുകാരി അവളെ വിളിച്ചിട്ട് നീ റൊമാൻറ്റിക് മൂവി കാണുകയാണോ എന്ന് ചോദിച്ചു. താനൊരു ഹൊറർ മൂവിയാണ് കാണുന്നതെന്ന് അവൾ കള്ളം പറഞ്ഞു. പെട്ടെന്ന് അവൾ കണ്ടുകൊണ്ടിരുന്ന റൊമാൻറ്റിക് മൂവി മാറിയിട്ട് ഒരു ഹൊറർ മൂവിയായി. ഇന്ന് വൈകുന്നേരം നീ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഒരുപാട് പെൻഡിങ് വർക്ക് ഉള്ളത് കാരണം താൻ ഇന്ന് വരുന്നില്ല എന്നവൾ കള്ളം പറഞ്ഞു. അത് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം അവളുടെ ബോസ് അവളെ വിളിച്ചിട്ട് ഇന്ന് രാത്രി അവൾക്ക് ചെയ്യാനായിട്ട് പുതിയൊരു വർക്ക് അസൈൻ ചെയ്തു കൊടുത്തു. തനിക്ക് തീരെ സുഖമില്ല, കടുത്ത ശരീരവേദനയും ഛർദിലുമാണെന്ന് ബോസിനോട് അവൾ കള്ളം പറഞ്ഞ് ആ വർക്കിൽ നിന്നും രക്ഷപ്പെട്ടു. അവൾ കള്ളം പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അതിനുശേഷം അവളെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അവൾ പറഞ്ഞു തൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിലധികം പണമുണ്ട്, അതുകൊണ്ട് തനിക്ക് ഇനി അക്കൗണ്ടിൽ പണമൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൾക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവളുടെ അക്കൗണ്ട് ബാലൻസ് ഇപ്പോൾ 0 ആയിരിക്കുന്നു. അതിനുശേഷം അവളുടെ ബോയ് ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് തനിക്ക് അവളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് വീണ്ടും ആ ബന്ധം ഒന്നുകൂടെ തുടർന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഇനി തന്നെക്കുറിച്ച് ആലോചന വരുമ്പോൾ ഈ ലോകത്ത് താനില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞതും പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി.